CPM പ്രവർത്തകനും നിയമ വിദ്യാർത്ഥിയുമായ അബു അരീക്കോടിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിലായിരുന്നു അബുവിനെ കണ്ടെത്തിയത്. ഇടത് സൈബർ ഇടങ്ങളിലെ സജീവ സാന്നിധ്യവും യൂട്യൂബറും പ്രഭാഷകനുമായിരുന്നു അബു. കോഴിക്കോട് പുതുപ്പാടിയിലെ കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ മരണപ്പെട്ട നിലയിലായിരുന്നു അബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അബു സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ വിവരം. കൈത്തപ്പോയിൽ നോളജ് സിറ്റിയിൽ LLB വിദ്യാർത്ഥിയാണ് അബു. അരീക്കോട് പൂങ്കുടി സ്വദേശി നെല്ലിക്കുന്ന് വീട്ടിൽ അബ്ദുൽ കരീം വഹബി ദമ്പതികളുടെ മകനാണ്. അബു അരീക്കോട് എന്ന യൂട്യൂബ് ചാനലിൽ നിരവധി വീഡിയോകൾ അബു പങ്കുവച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പും പുതിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അബു അരീക്കോടിനെ അനുസ്മരിച്ച് KT ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അബു അരീക്കോട് ഇനി യൂട്യൂബിൽ വരില്ല. ജീവിതത്തോട് പൊരുതി നിന്നിരുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അബു അരീക്കോട്. ജനിച്ച കാലം തൊട്ട് യുവാവായി നിയമ പഠനം നടത്തുന്ന നാൾ വരെയും പ്രയാസകരമായ കുടുംബ പശ്ചാത്തലത്തിലൂടെ കടന്നുപോയ അബു അഭിമാനം അടിയറ വയ്ക്കാതെയാണ് അവസാന നിമിഷം വരെ ജീവിച്ചത്. അരീക്കോട്ടുകാരൻ അബു രാഷ്ട്രീയത്തിൽ ഒഴുക്കിനെതിരെ നീന്താനാണ് എന്നും ഇഷ്ടപ്പെട്ടത്. നിലപാടുകളും അഭിപ്രായങ്ങളും പേറി ദുരിതപർവങ്ങൾ താങ്ങേണ്ടി വന്നപ്പോഴും ആരുടെ മുമ്പിലും ആദർശം അബു അടിയറ വെച്ചില്ല. യൂട്യൂബർ എന്ന നിലയിൽ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതൊന്നും ആരോടെങ്കിലുമുള്ള വ്യക്തിവിദ്വേഷം കൊണ്ടല്ല, താൻ ശരിയെന്ന് ഉറച്ചു കരുതുന്ന രാഷ്ട്രീയത്തോടുള്ള അതിരുകളില്ലാത്ത അടുപ്പം കൊണ്ടാണ്. ഇടതുവേദികളിൽ കത്തിക്കയറിയിരുന്ന പ്രഭാഷകനും കൂടിയാണ് അകാലത്തിൽ അരങ്ങൊഴിഞ്ഞത്. മലയാള സാഹിത്യത്തിലെ കാലത്തും അനശ്വരനായ ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിതത്തിന്റെ തിരശ്ശീല സ്വയം പിടിച്ചു വലിച്ചു താഴ്ത്തി കാലയവനികയ്ക്കുള്ളിൽ മറയുന്നതിനു മുമ്പ് എഴുതിയ വരികൾ മലയാളികൾക്ക് മറക്കാനാവില്ല. ഇല്ലൊരു സമാധാനമിങ്ങെങ്ങും വെറും പൊള്ളലടങ്ങാത്ത ദാഹമാണയ്യോ ചുറ്റും. ചുറ്റും അനീതിയും അന്യായവും കൊടികുത്തി വാഴുമ്പോൾ അതിനോട് സന്ധി ചെയ്യാതെ മുന്നോട്ടു പോകാൻ അസാമാന്യമായ നെഞ്ചുറപ്പ് വേണം. താങ്ങും സഹായവും കിട്ടാൻ വിട്ടുവീഴ്ചകൾ വേണമെന്ന നാട്ടുനടപ്പുകളോട് കലഹിച്ച അബു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നന്നേ പാടുപെട്ടിരുന്നു എന്നാണ് സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞത്. അനാവശ്യമായ മരണം എന്നേ അബു അരീക്കോടിന്റെ വേർപാടിനെ കുറിച്ച് പറയാനാകൂ. അഭിമാനബോധം അത്രമേലുള്ള സാധാരണ മനുഷ്യർ അബുവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നത് തോൽക്കാനുള്ള മടികൊണ്ടാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. ഏതു മലയെയും നേരിടാനാകും എന്ന ഉൾക്കരുത്തോടെ ചടുലമായി കുതിക്കണം. എല്ലാ ദുഃഖങ്ങളും മനസ്സിന്റെ ചെപ്പിൽ അടച്ചുവെച്ച് ജീവിതത്തിന്റെ അവസാന ലാപ്പ് വരെ ഓടിത്തീർക്കണം. അതിനിടയിൽ ട്രാക്കിൽ തട്ടിത്തടഞ്ഞു വീണ സോദര ആദരാഞ്ജലികൾ. ഇങ്ങനെയാണ് ജലീൽ കുറിച്ചത്. എന്തായാലും അബു അരീക്കോടിന്റെ വേർപാടിൽ അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്.